എന്താ ചേട്ടാ ഇങ്ങനെ? അതിനെനിക്ക് മാരക രോഗമൊന്നും അല്ലല്ലോ. എനിക്ക് ക്യാൻസറോ മറ്റോ ആയിരുന്നെങ്കിലും മനസ്സിലാക്കായിരുന്നു. ചെറിയൊരു വയറുവേദന വന്നതിന് ഇത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അതങ്ങ് മാറിക്കോളും. അത് മാറും, അതുകൊണ്ടൊന്നും അല്ല. ജയേട്ടൻ വിഷമിച്ച എനിക്ക് രോഗം കൂടുവേ. അമ്മ വേണ്ട മോളെ, അവിടെ കിടന്നോ. ഇതെന്താ ഇവിടെ എല്ലാവരും ഇങ്ങനെ? അമ്മ, ഫുഡ് പോയ്സൺ അത്ര വലിയ രോഗമൊന്നുമല്ല. ഡോക്ടർ തരുന്ന മരുന്ന് കഴിക്കുമ്പോ അതങ്ങ് മാറിക്കോളും. മാറും മോളെ. അമ്മ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ മോളുടെ അസുഖം എത്രയും പെട്ടെന്ന് മാറും. എന്ത് പറഞ്ഞാ ഞാൻ എന്റെ കുഞ്ഞിനെ ആശ്വസിപ്പിക്കും? ദൈവമേ, പിടിച്ചു നിൽക്കാനുള്ള മനക്കരുത് എനിക്ക് തരണേ. മരുന്ന് കഴിച്ചതല്ലേ, മോൾ ഉറങ്ങിക്കോ. ശരി അമ്മ. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിനൊന്നും വരുത്തല്ല. അമ്മേ, അമ്മേ, മോനെ. കൺഗ്രാറ്റുലേഷൻസ് വൈശാഖ്, മെനി കൺഗ്രാറ്റുലേഷൻസ്. വിജയകരമായി ഈ ദൗത്യം നിർവഹിച്ചതിന് നിന്നോടുള്ള എന്റെ പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുന്നു. താങ്ക് യു ചേച്ചി, താങ്ക് യു. അക്ഷരാർത്ഥത്തിൽ ചെമ്പകമംഗലം വീട് തകർന്നു. അവിടിപ്പോ ശ്മശാന മൂകതയാ. കഷ്ടം, മഹാ കഷ്ടം. അവിടത്തെ ദുരവസ്ഥയൊന്ന് നേരി പോയി കാണണം ചേച്ചി, എന്നാലേ ചേച്ചിയുടെ മനസ്സൊന്ന് തണുക്കൂ. ശരിയാ നീ പറഞ്ഞത്. സാഹിത്യ ഭാഷയിൽ പറഞ്ഞാൽ മാധുരി മരിച്ചതിനു ശേഷം ചുട്ടുപൊള്ളുന്ന ഒരു മണൽക്കാട് പോലെയായിരുന്നു എന്റെ മനസ്സ്. ഇന്ന കുറെ കാലങ്ങൾക്ക് ശേഷം എന്റെ മനസ്സൊന്ന് തണുത്തത്. എന്റെ മനസ്സും തണുത്തു ചേച്ചി. അതിലുപരി പ്രതികാരം വീട്ടാനായതിന്റെ വലിയ സന്തോഷത്തിലാ മൈഥിലി. ചെമ്പകമംഗലത്തിന്റെ സങ്കടം എന്റെ സന്തോഷ വൈശാഖൻ. കരയണം, അവരെല്ലാവരും കരയണം. അവരെ എല്ലാവരെയും കരയിപ്പിക്കാൻ വേണ്ടിയാ എല്ലാം കളഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് ജീവിക്കുന്നേ. നീ എന്താ മിണ്ടാതെ നിൽക്കുന്നേ? ഞാനും ചേച്ചിയോടൊപ്പം സന്തോഷിക്കല്ലേ ചേച്ചി? ഇതുപോരാ, നമുക്ക് ആഘോഷിക്കണം. നിനക്കെന്താ വേണ്ടത്? മദ്യം? എനിക്കിപ്പോ വേണ്ടത് മദ്യമൊന്നുമല്ല, പണം, കുറേ പണം. അത് വാതുറന്ന് ചോദിച്ചാ പോരെ? നിന്റെ അക്കൗണ്ട് നമ്പർ ഇങ്ങോട്ട് സെൻഡ് ചെയ്യും. എത്ര പണം വേണമെന്ന് പറയും, മടിക്കണ്ട. ഇന്ന് നമുക്ക് ഉത്സവം. കൈമളേട്ടാ, എനിക്കുള്ള കാപ്പിയാണോ? അതെ. നന്ദിനി കിടപ്പിലായതോടെ നമ്മുടെ കാര്യങ്ങളെല്ലാം അവതാളത്തിലായി. കാപ്പിയും മരുന്നൊന്നും കൃത്യസമയത്ത് തരണ്ട.
നന്ദിനോട് അസുഖമൊന്നും അറിയാൻ മതിയായിരുന്നു. എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല കൈമളേട്ടാ എന്റെ മോളുടെ ആ കിടപ്പ്. ആരുടെ ശാപമാണോ ഈ തറവാടിന്? ദാരിദ്ര്യ ദുഃഖം ഒഴിച്ചുള്ള എല്ലാ ദുഃഖവും ഉണ്ട് ഈ തറവാട്ടില്. രോഗം, തീരാ ദുഃഖം, കുടുംബ കലഹം. എന്തുകൊണ്ടാ കൈമളേട്ട ഈ കുടുംബത്തിൽ മാത്രം ഇത്രയധികം കഷ്ടതകൾ നിറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവുന്നത്? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട്. അതൊന്നും നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. എന്നാലും ഇങ്ങനെയുണ്ട് ഒരു ദുരിതം. ഒരു സമയത്ത് മനസ്സിന് ഒരു സ്വസ്ഥതയുമില്ല. എന്തോരം പൂജകൾ ചെയ്തു, ഏതൊക്കെ അമ്പലങ്ങളിൽ തൊഴുത് പ്രാർത്ഥിച്ചു, എത്രമാത്രം വഴിപാടുകൾ കഴിച്ചു. എന്നിട്ടും ഒന്നിനും ഒരു പരിഹാരമില്ലല്ലോ കൈമളേട്ടാ. കുടുംബത്തിലെ ദുരിതങ്ങൾ അങ്ങനെ തന്നെ തുടരുകയാ. അനുഭവിക്ക്. എന്നോട് ചെയ്യുന്നതിന് 10 ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടും. ഈ തറവാടിന്റെ വിളക്കായിരുന്നു നന്ദിനി. എല്ലാ കാര്യങ്ങൾക്കും എല്ലാവർക്കും തുണയായി ഓടി നടന്ന ഈ വീടിന്റെ ഐശ്വര്യം അവളെ വീഴ്ത്തിയില്ലേ? ഇത്രയേറെ ചുറുചുറുക്കോടെ ഓടി നടന്ന എന്റെ മകളെ എത്ര പെട്ടെന്നാ ദൈവം കിടത്തിക്കളഞ്ഞത്. ദൈവമൊന്നും അല്ല, ഞാനാ. അതും ക്യാൻസർ പോലൊരു രോഗം. എന്റെ രാജലക്ഷ്മി, ഇക്കാലത്ത് ക്യാൻസർ ഒന്നും ഒരു രോഗമല്ല. അതിനൊക്കെ ചികിത്സാവിധികളുണ്ട്. ക്യാൻസർ ഒരു മാറാരോഗമൊന്നുമല്ല. അതിനൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ട്. അവർക്ക് ക്യാൻസർ ഒന്നുമല്ല, പക്ഷേ ഞാനത് ക്യാൻസർ ആക്കും. കൈമളേട്ടാ, ആ വാഴപ്പാടി മനയിലെ രുദ്രൻ തിരുമേനിയെ കുറിച്ച് ഒത്തിരി കേട്ടിട്ടുള്ളതല്ലേ? നമുക്ക് അദ്ദേഹത്തെ ഒന്ന് വിളിപ്പിച്ച അദ്ദേഹം വരുമോ? അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രശ്നം വച്ചു നോക്കുകയും പരിഹാര മാർഗം നിർദ്ദേശിക്കുന്ന ആളുമല്ലേ? വലിയ പണ്ഡിതൻ. വാഴപ്പാടി തിരുമേനിയൊക്കെ വരൂ രാജലക്ഷ്മി. അദ്ദേഹം വിശ്രമ ജീവിതത്തിലാണെന്നാ കേട്ടത്. നമ്മൾ അത്ര പ്രശ്നത്തിലാണെന്ന് തിരുമേനിയോട് പറയണം. ഒരു ഗത്യന്തരവും ഇല്ലാഞ്ഞിട്ടാ തിരുമേനിയെ വിളിപ്പിക്കുന്നതെന്നും തിരുമേനി വന്നേ പറ്റൂവെന്നും അപേക്ഷ പോലെ പറയണം. അദ്ദേഹം സമ്മതിച്ചാലും മക്കൾ വിടുവെന്ന് എനിക്ക് തോന്നുന്നില്ല രാജലക്ഷ്മി. അതെ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? പണ്ടൊരിക്കലേ അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളതല്ലേ? ആ, ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് വിളിച്ചു നോക്ക്. അദ്ദേഹം വന്ന നമുക്കൊരാശ്വാസമാകും. കാരണം തിരുമേനി ഗണിച്ചു പറയുന്ന കാര്യങ്ങൾ ദൈവ തീരുമാനങ്ങളാണ്. അല്ല കൈമളേട്ടാ, ഇന്ന് എപ്പോഴാ രാഹുകാലം? 7:30 മുതൽ 9:30 തോന്നുന്നു. ആ, എന്നാ രാഹുകാലം കഴിഞ്ഞ് ഞാൻ വിളിക്കാം. ഉം. ലോകത്തുള്ള മുഴുവൻ ജ്യോത്സ്യന്മാരും ഇവരുടെ ഈ ചെമ്പകമംഗലത്ത് വന്നു കാണും. പൂജാരികളായ പൂജാരികളും മന്ത്രവാദികളായ മന്ത്രവാദികളും ഇതിനകത്ത് കയറി നിരങ്ങിയിട്ടുണ്ട്. ഒരു ഫലവുമില്ല. ഇതിനകത്ത് ആര് വന്നാലും ഒരു പ്രയോജനം ഉണ്ടാവില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. ആ മൈഥിലി, അവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഞാനിങ്ങനെ കാത്തു കാത്ത് നിൽക്കുമായിരുന്നു. എനിക്ക് തോന്നുമ്പോൾ നിന്നെ അങ്ങോട്ട് വിളിക്കാനും പറ്റില്ലല്ലോ. ദൈവത്തെ ഓർത്ത് വിളിക്കരുത്. ഇവർക്ക് സംശയം വരാൻ ഒരു കാരണവശാലും ഇടയാക്കരുത്.
ഒരു തരത്തിലാണ് ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നത്. അതെനിക്കറിയാം. അതിരിക്കട്ടെ, അവിടുത്തെ കാര്യങ്ങൾ വിശദമായിട്ടൊന്ന് പറ. വിശദമായിട്ടൊന്നും പറയാൻ പറ്റില്ല. എപ്പോഴാ ഇതുവഴി ആരെങ്കിലും വരുന്നതെന്ന് അറിയാൻ വയ്യ. ദേ, ഇവിടെ ഇപ്പൊ വീണ്ടും ജോത്സനെ വിളിക്കാൻ പോവാ. ഒരു ഈച്ച മൂളി പറഞ്ഞാ മതി, അപ്പൊ ഈ വീട്ടിലെ ജോത്സനെ വിളിക്കും. ജോൾസിനോ? ഏത് ജോൾസിനെ വിളിക്കാൻ പോകുന്നത്? ആ ജോൾസിന്റെ പേരെങ്ങാനും നീ കേട്ടോ? ആ, കേട്ടു. ഒരു തിരുമേനിയാണത്രേ. വാഴപ്പാടി രുദ്രൻ നമ്പൂതിരിപ്പാട്. വാഴപ്പാടി രുദ്രൻ നമ്പൂതിരിപ്പാട്. വെറുതെ മനസ്സിലാ പേര് കിടക്കട്ടെ. ആട്ടെ, എന്തിനാ ഇപ്പൊ അയാളെ വിളിച്ചു വരുത്തുന്നത്? ഇവിടെ മൊത്തം പ്രശ്നങ്ങളല്ലേ. പ്രധാനം ആ നന്ദിനിയുടെ മാറാ രോഗം. അല്ല മൈഥിലി, നന്ദിനിയെ മറ്റൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യിപ്പിക്കാനുള്ള പ്ലാനൊന്നും തൽക്കാലം അവർക്കില്ലല്ലോ. ഏയ്, അതൊന്നുമല്ല. ക്യാൻസർ തന്നെയാണെന്ന് വിശ്വസിച്ചിരിക്കുക. ജോത്സനെ വിളിപ്പിക്കാനാ തിടുക്കം, അല്ലാതെ അടുത്തുള്ള ഡോക്ടറെ കാണാനല്ല. മരക്കഴുതുകൾ. കാര്യങ്ങളെല്ലാം നമുക്ക് അനുകൂല. അതുകൊണ്ട് ഈ അവസരം നന്നായിട്ട് വിനിയോഗിക്കണം. ഓഫ് കോഴ്സ്. നന്ദിനി ഏട്ടത്തിക്ക് മാറാ രോഗമാണെന്നുള്ള തരത്തിൽ പ്രചരിപ്പിക്കുകയും ആ വിധത്തിൽ പെരുമാറുകയും വേണം. എന്തൊക്കെ വേണോന്ന് അതെങ്ങനെ വേണോന്ന് നീ പറഞ്ഞാ മതി. എല്ലാം ഞാൻ പറഞ്ഞു തരാം. അന്ന് ഞാൻ കൊടുത്തുവിട്ട ആ മെഡിസിന്റെ ബാക്കി കയ്യിലിരിപ്പില്ലേ? ഉണ്ടോ? ആ, ഉണ്ടല്ലോ. ഇവൾ ആരോടായി ഫോണിൽ സംസാരിക്കുന്ന? അല്ല, നന്ദിനി ഏട്ടത്തി കൂടുതൽ കഴിക്കുന്ന ഭക്ഷണം ഏതാ? കഞ്ഞി. എന്നാ പിന്നെ അതിൽ ആ ഗുളിക പൊടിച്ച് കലക്കി കൊടുത്താൽ മതി. ശരി. ഇവള് കഞ്ഞിയെന്ന് പറഞ്ഞു, ബാക്കിയൊന്നും കേട്ടില്ലല്ലോ. ദൈവമേ, ഇവള് വല്ലതും കേട്ടോ? എന്താ നീ ആരോടാ ഫോണിൽ സംസാരിച്ചോണ്ടിരുന്നേ? ചോദിച്ച കേട്ടില്ലേടി? എന്താ, എനിക്ക് ആരോട് ഫോണിൽ സംസാരിക്കാൻ പാടില്ലേ? എനിക്ക് ഒരേ ഒരു ഫ്രണ്ടേ ഉള്ളൂ, ലതാ വർമ്മ. ഞാൻ അവളോടാ ഫോണിൽ സംസാരിച്ച. ഫ്രണ്ടിനോടാ സംസാരിച്ചെങ്കിൽ നീ പിന്നെ എന്നെ കണ്ടപ്പോ ഞെട്ടിയതെന്തിനാ? അത് പിന്നെ നീ പുറകെ വന്ന് നിൽക്കുവല്ലേ, ഓർക്കപ്പുറത്ത് കണ്ട ഞെട്ടിപ്പോയില്ലേ? പ്രേതോ പിശാചോ ആണെന്ന് ഞാൻ പേടിച്ചു പോയി. നീ പ്രേതത്തിനെയും പിശാചിനെയൊക്കെ കണ്ടിട്ടുണ്ടോ? ആ, ഒത്തിരി തവണ കണ്ടിട്ടുണ്ട്. ആ, ശരിയാ. നീ ഒത്തിരി പ്രാവശ്യം കണ്ണാടി നോക്കുന്നവളാണല്ലോ. അത് ഞാൻ മറന്നുപോയി. ഓ, അവളെനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലേ. സാരമില്ല, പിന്നെ ഞാൻ കൊടുത്തോളാം. മായി ചേച്ചി. ആ, മീനാക്ഷി മോളെ, പൊടിയരിക്കഞ്ഞ് റെഡിയായോ? ദേ റെഡിയായി. ചമ്മന്തി ആയോ? തേങ്ങാ ചമ്മന്തി അല്ലേ? ആ, നല്ല ചുട്ടരച്ച ചമ്മന്തി വേണം. അത് മിക്സിയിൽ അരക്കണ്ട. മുത്തശ്ശനൊക്കെ വേണ്ടി ചമ്മന്തി അരയ്ക്കുന്ന ആ അരകലില്ലേ, അതിലരച്ചാ മതി. അതാ അമ്മയ്ക്ക് ഇഷ്ടം. ശരി മോളെ. അരകല്ല് പുറത്തല്ലേ? ഞാൻ അരച്ചോണ്ട് വരാം. അവളുമാര് രണ്ടും പുറത്തുപോയി. ഈ തക്ക നോക്കി കലക്കിയേക്കാം.
എന്താടി ഇവിടെ? ചോദിച്ചത് കേട്ടില്ലേ? നിന്റെ ചെവി എന്താ പൊട്ടിപ്പോയോ? എന്താ ഇതിനകത്ത് പരിപാടിയെന്ന്? എന്റെ പൊന്ന് മീനാക്ഷി, എന്നെ ഇങ്ങനെയിട്ട് വിറപ്പിക്കല്ലേ. ഞാനൊരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോ ഈ കഞ്ഞി ഇവിടെ ഇരുന്ന് വറ്റുന്നു. ഇത് അടി പിടിക്കണ്ടെന്ന് കരുതി ഞാനിതൊന്ന് ഇളക്കിപ്പോയി. അത് ഇത്രയും വലിയ തെറ്റാണെങ്കിലേ നീ എന്നെ അങ്ങ് തൂക്കിക്കൊല്ല്. അല്ല പിന്നെ എന്താ അമ്മയെ കാണിക്കുന്നേ? അസുഖമുള്ള വിവരം അങ്ങ് മറന്നുപോയോ? തല ഇറങ്ങി വീണാലോ? അങ്ങനെയൊന്നുമില്ല മോളെ. എനിക്ക് ക്ഷീണോ അസുഖമോ ഒന്നുമില്ല. അമ്മ ഏത് നേരവും ഓടി നടന്ന് ജോലി എടുത്തിരുന്നത് കൊണ്ട് അടങ്ങിയിരിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഒത്തിരി ഗുളികയും മരുന്നും ഒക്കെ കഴിക്കുന്നതാ. നല്ല ക്ഷീണം കാണും. ക്ഷീണം കൂടാൻ പോകുന്നേ ഉള്ളൂ. ഈ മരുന്ന് കൂടി ഉള്ളിലേക്ക് ചെല്ലട്ടെ. എഴുന്നേറ്റ് നടക്കണമെന്ന് തോന്നുമ്പോ എന്നോട് പറഞ്ഞാ മതി, ഞാൻ വന്ന് പിടിച്ചു നടത്തിക്കാം. നീ എന്നൊരു രോഗിയാക്കല്ലേ മോളെ. അമ്മ ഇരുന്നേ, ഈ കഞ്ഞി കുടിക്കാം. ഇരിക്കെ. എന്താ അമ്മ കരയുന്നേ? സന്തോഷം കൊണ്ടാ മോളെ. എന്റെ മോളല്ലേ എനിക്ക് കഞ്ഞി കോരി തരുന്ന. എന്റെ അമ്മയുടെ അസുഖം ഒന്ന് മാറിയാ മതിയായിരുന്നു. എന്താ മോളെ ഇത്? എനിക്കതിന് അത്ര വലിയ അസുഖമൊന്നുമില്ല. ഇത് 2 ദിവസം കൊണ്ട് മാറിക്കോളും. പിന്നെ ഉടനെ മാറിക്കോളും. നിങ്ങളുടെ അസുഖം ഞങ്ങൾ മാറ്റാം. ഒരു ചോറൂണുകാരത്തി വന്നിരിക്കുന്നു. കുടിക്കേ. മതി മോളെ, മതി. പോരാ, ഇത് മുഴുവനും കുടിക്കണം. ക്ഷീണം മാറണമെങ്കിൽ ഇത് മുഴുവനും കുടിച്ചേ പറ്റൂ. മുഴുവൻ കുടിപ്പിക്കേ. എന്നാലേ ഞങ്ങളുടെ പ്ലാൻ സക്സസ് ആവും. കുടിക്കേ. മതി മോളെ. പോരമ്മേ, ഇത് മുഴുവൻ കുടിക്കണം. കുടിക്കും മോളെ, ക്ഷീണം മാറണ്ടേ. എന്തായാലും നമുക്ക് ചോറൂണ് മാറ്റിവെച്ചേ പറ്റൂ. എന്തിനാ? ചോറൂണൊന്നും മാറ്റി വെക്കണ്ട. അതിന് 2 ദിവസം കൂടെ ഇല്ലേ? ആ സമയമാകുമ്പോ എന്റെ ഈ അസുഖമൊക്കെ മാറിക്കോളും. ദൈവമേ, എന്റെ അമ്മയോട് എന്താ ഞങ്ങൾ മറുപടി പറയാ? എന്താ? എന്തു പറ്റി?
മോളെ അമ്മേ അമ്മേ അയ്യോ മോളെ അമ്മ എന്താ മോളെ അമ്മ എന്ത് പറ്റി മോളെ നന്ദിനി അയ്യോ അമ്മ മോളെ തുടങ്ങി ഇടിവാള് ചെമ്പകമംഗലത്തെ മരതകവാള് മോളെ അമ്മ